അപ്പം നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ കുതിർക്കാനിടണം. അരി കുതിർന്ന് കഴിഞ്ഞിട്ട് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 1-2 മണിക്കൂറോളം അരിപ്പയിൽ വയ്ക്കുന്നത് നല്ലതാണ്. വെള്ളമയം ഒട്ടും കാണാൻ പാടില്ല. അപ്പം ഞാനിത് കഴുകിയിട്ട് 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കും. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റും. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ അരി 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമയമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ബൗളിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലൊന്നും വെള്ളമയം കാണരുത്. നന്നായിട്ട് തുടച്ചിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മുടെ മിക്സി ബൗളൊക്കെ എടുക്കാൻ. ഇപ്പോൾ ഇതാ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തുകൊണ്ട് വന്നു. അത്യാവശ്യം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വലിയ മിക്സി ബൗളിലിട്ട് പൊടിയാൻ പ്രയാസമാണെങ്കിൽ ചെറിയ മിക്സി ബൗളിലിട്ട് പൊടിച്ചാലും മതിയാകും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടുള്ള പൊടി വേണം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പോൾ ഇടിയപ്പമൊക്കെ പൊടിക്കുമ്പോൾ എടുക്കണ അരിപ്പയാണ്. നല്ല നൈസായിട്ടുള്ള അരിപ്പ. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ മാവിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലും വെള്ളമയമൊന്നും കാണാൻ പാടില്ല. നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച അരിപ്പ വേണം യൂസ് ചെയ്യാൻ. ബാക്കിയുള്ള പൊടി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വീണ്ടും പൊടിച്ചെടുക്കണം. എന്നിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വീണ്ടും അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ മാവ് മൊത്തം ഞാൻ പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഇപ്പം അതാ നോക്കിയാൽ നമ്മുടെ അരിപ്പൊടിയെല്ലാം ഞാൻ പൊടിച്ചിട്ട് അരിച്ചെടുത്തു. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അളന്നിട്ട് കൊടുക്കാം. എത്ര കപ്പുണ്ടെന്നറിയാം. അപ്പം അതാ ഞാൻ അളന്ന് നോക്കിയപ്പം 4 കപ്പ് അരിപ്പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അരിപ്പൊടിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. വലിയ മുട്ടയാണെങ്കിൽ 1 എടുത്താൽ മതി. എൻ്റെ ചെറിയ മുട്ടയായ കാരണം ഞാനിവിടെ 2 എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്താ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അച്ചപ്പത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കണത്. ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതല്ല മധുരം കുറവുള്ള അച്ചപ്പം ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവിൻ്റെ കൂടെ മിക്സായിട്ട് വന്നോളും. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു 1/2 കപ്പോളം ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 1-ാം പാലാണ് എടുത്തേക്കണത്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോഴും കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കണത്. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല.
നമ്മുടെ കയ്യിലുള്ള അരിപ്പൊടി അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ദോശമാവിനേക്കഞ്ഞും കുറച്ചുകൂടി ലൂസായിരിക്കണം നമ്മുടെ മാവ്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഇത്രയും മതിയാകും. നമുക്കിനി ഇതിലേക്ക് കുറച്ച് എള്ളും 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം എള്ള് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഈ മാവിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരം കുറവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അടച്ച് വയ്ക്കുന്നത് നല്ലതാണ്. സമയമില്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ചും അതേപോലെ തന്നെ എണ്ണയും ചൂടാക്കാം. ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇപ്പോൾ അതാ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകണം. ഒത്തിരി അങ്ങ് ചൂടാകരുത്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അത് കുറച്ച് സമയം നമ്മുടെ എണ്ണയിലിട്ട് വയ്ക്കണം. നമ്മുടെ അച്ച് നന്നായിട്ട് ചൂടാകണം. അച്ച് നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ മാവ് അച്ചിൽ ഒട്ടി പിടിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറേ വർഷം പഴക്കമുള്ള അച്ചപ്പത്തിൻ്റെ അച്ചാണ്. അച്ചപ്പം ഉണ്ടാക്കി എണ്ണയൊക്കെ കുടിച്ച് നന്നായിട്ടിരിക്കണ അച്ചാണ് ഏറ്റവും നല്ലത്. നമ്മുടെ എണ്ണയും അതുപോലെ തന്നെ മോൾഡും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ച് മാവിലൊന്ന് മുക്കണം. മുക്കുമ്പോൾ ഫുള്ളായിട്ട് മുക്കരുത്. അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം മുങ്ങിയാൽ മതി. ഫുള്ളായിട്ട് മുങ്ങിയാൽ അച്ചപ്പം നമ്മുടെ അച്ചിൽ നിന്ന് എണ്ണയിലേക്ക് വിട്ടുപോകാൻ കുറച്ച് പ്രയാസമായിരിക്കും. അത് കാരണം 1/4 ഭാഗത്തോളം മാത്രം മാവിൽ മുക്കിയാൽ മതി. അപ്പം നമുക്ക് ആദ്യത്തെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് പ്രത്യേകം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തനിയെ അങ്ങ് വിട്ടു വന്നോളൂ. കളറ് കുറച്ചങ്ങ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ചേഞ്ച് ആകേണ്ട കാര്യമില്ല. ഇത്രയും മതിയാകും. കളറൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അടുത്ത അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് അച്ച് നന്നായിട്ട് ചൂടാകണം. കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ഒരേ ടൈം നമുക്ക് 2-3 അച്ചപ്പം ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കാം. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ചെറിയ തീയിൽ തന്നെ വെച്ച് വറുത്തെടുക്കുക. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ആദ്യത്തെ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് മധുരം എന്തെങ്കിലും കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ കളറായാൽ മതി. വീണ്ടും അച്ച് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ അച്ച് നന്നായിട്ട് ചൂടായിരിക്കണം എണ്ണയിൽ കിടന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിനെ കഴിഞ്ഞും കുറച്ചുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.